ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മഹാഭാരതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും അവസാനം വരെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കണം. ഇക്ഷ്വാകു വംശത്തിൽ മഹാഭിഷൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. സത്യസന്ധനും ധീരനും വീരനുമായിരുന്നു അദ്ദേഹം. അനേകം അശ്വമേധ യാഗങ്ങളും രാജസൂയ യാഗങ്ങളും നടത്തി അദ്ദേഹം സ്വർഗം പ്രാപിച്ചിരുന്നു. ഒരു ദിവസം ബ്രഹ്മദേവൻ്റെ ചുറ്റും മഹാഭിഷൻ, ദേവതമാർ, രാജർഷിമാർ തുടങ്ങിയവർ നിൽക്കുകയായിരുന്നു. അവിചാരിതമായി ആ സമയത്ത് ഗംഗാദേവി അവിടെ കടന്നു വന്നു. ഗംഗാദേവിയെ കണ്ട വായു ഭഗവാൻ ഒരു കുസൃതി കാണിച്ചു. ഗംഗാദേവിയുടെ വസ്ത്രങ്ങളെ വായുദേവൻ 10 ദിക്കിലേക്കും ചലിപ്പിച്ചു. ആ സമയം ഗംഗാദേവിയുടെ നഗ്നശരീരം അന്യർക്ക് ദൃശ്യമായി. ഇത് കണ്ട ദേവതമാരും മറ്റും തല കുനിച്ചു കളഞ്ഞു. എന്നാൽ മഹാഭിഷൻ വിവസ്ത്രയായ ഗംഗാദേവിയെ നോക്കി നിന്നു. മഹാഭിഷൻ്റെ ഈ പ്രവൃത്തി ബ്രഹ്മാവിന് സഹിച്ചില്ല. അദ്ദേഹം മഹാഭിഷനോട് പറഞ്ഞു, എടോ, തൻ്റെ പ്രവൃത്തി തന്നെ മൃത്യുലോകത്തിലേക്ക് പോകാൻ പ്രാപ്തനാക്കിയിരിക്കുകയാണ്. അതിനാൽ താൻ അങ്ങോട്ട് തന്നെ പൊയ്ക്കൊള്ളുക. ഈ ഗംഗയും മൃത്യുലോകത്തിലേക്ക് പോകട്ടെ. നിന്റെ ഭാര്യയായിത്തീരുന്ന ഇവൾ, നീ അവളോട് കലഹിക്കുന്നത് വരെ മാത്രമേ നിന്നോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. അന്നു മാത്രമേ ഈ ശാപത്തിൽ നിന്നും നിനക്ക് മോചനമുള്ളൂ. ഇവിടെ മൃത്യുലോകം എന്നുദ്ദേശിച്ചിരിക്കുന്നത് ഭൂമിയാണ്. അപമര്യാദയായ പെരുമാറ്റത്തിന് കിട്ടിയ ശിക്ഷ മഹാഭിഷൻ ഏറ്റുവാങ്ങി. കുരുവംശത്തിലെ രാജാവായ പ്രദീപൻ്റെ പുത്രനായി മൃത്യുലോകത്ത് ജനിക്കാമെന്ന് തീർച്ചയാക്കി. ബ്രഹ്മാവിൻ്റെ ശാപം മൂലം മൃത്യുലോകത്തിലേക്കായി ഗംഗാദേവിയും ബ്രഹ്മലോകത്തു നിന്നും മടങ്ങി വരികയായിരുന്നു. വഴിമധ്യേ അവർ അഷ്ടവസുക്കളെ കണ്ടുമുട്ടി. വസിഷ്ഠൻ്റെ പശുവിനെ അപഹരിച്ചതുകൊണ്ട് മനുഷ്യരായി പിറക്കാനുള്ള ശാപവും പേറി വരികയായിരുന്നു അവർ. അവരുമായുള്ള സംഭാഷണത്തെ തുടർന്ന് അഷ്ടവസുക്കളെ താൻ ഗർഭത്തിലേറ്റാമെന്നും എന്നിട്ട് ഉടനടി തന്നെ മനുഷ്യയോനിയിൽ നിന്നും മോചിതരാക്കാമെന്നും ഗംഗാദേവി അവർക്ക് വാക്കുകൊടുക്കുന്നു. കുരുവംശത്തിലെ രാജാവായ പ്രദീപൻ തൻ്റെ പത്നിമാരോടൊപ്പം ഗംഗാതീരത്ത് തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഗംഗാദേവി മനോഹരീ രൂപം പൂണ്ട് മഹാരാജാവിൻ്റെ മുമ്പിലെത്തി. അവർ തമ്മിലുള്ള സംഭാഷണത്തിനൊടുവിൽ പ്രദീപന് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പുത്രൻ്റെ ഭാര്യാപദം ഗംഗാദേവി അലങ്കരിക്കുമെന്ന് ധാരണയായി. തുടർന്ന് പ്രദീപ മഹാരാജാവ് പുത്രലാഭത്തിനു വേണ്ടി മഹാതപസ് അനുഷ്ഠിച്ചു. പ്രദീപൻ വൃദ്ധനായപ്പോൾ മഹാഭിഷൻ പുത്രനായി പിറന്നു. ആ സമയം രാജാവായ പ്രദീപൻ അത്യന്തം ശാന്തനായി വരികയായിരുന്നു. വംശവും വളരെയധികം ശാന്തമായിരുന്നു. ഈ അവസ്ഥയിലാണ് പുത്രനുണ്ടായത് എന്നതുകൊണ്ട് ആ പുത്രന് ശന്തനു എന്ന് പേരിട്ടു. ഒരു ദിവസം യുവാവായ ശന്തനുവിനെ നോക്കി പ്രദീപ മഹാരാജാവ് പറഞ്ഞു, ഒരിക്കൽ നിന്റെ അടുത്ത് നദീതടവാസിയായ ഒരു ദിവ്യകന്യക പുത്രാർത്ഥിയായി വന്നു ചേരും. നീ അവൾക്കൊരു പ്രയാസവും ഉണ്ടാക്കരുത്. കല്യാണശേഷം അവൾ എന്തു ചെയ്താലും നീ എതിര് പറയരുത്. ഇത്രയും പറഞ്ഞ ശേഷം പ്രദീപ മഹാരാജാവ് ശന്തനുവിനെ രാജസിംഹാസനത്തിലിരുത്തി. തുടർന്ന്
അദ്ദേഹം വാനപ്രസ്ഥം സ്വീകരിച്ച് കൊട്ടാരം വിട്ടുപോയി. ഒരു ദിവസം ശന്തനു മൃഗയാവിനോദം നടത്തി മുന്നോട്ടു പോകവേ അവിചാരിതമായി ഗംഗാതടത്തിൽ എത്തിച്ചേർന്നു. അവിടെ അദ്ദേഹം ഒരു പരമസുന്ദരിയായ സ്ത്രീരത്നത്തെ കണ്ടു. സാക്ഷാൽ ലക്ഷ്മീദേവി ഭൂമിയിൽ ഇറങ്ങി നിൽക്കുകയാണോ എന്ന് രാജാവിന് തോന്നി. അവളിലെ ലാവണ്യവും തേജസ്സും കണ്ട ശന്തനു വിസ്മയഭരിതനായി. രോമാഞ്ചം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം കോരിത്തരിച്ചു. നേത്രം കൊണ്ട് രാജാവ് ആ സൗന്ദര്യത്തെ പാനം ചെയ്തു. ഇതേ സമയം ആ ദിവ്യ സ്ത്രീക്കും ശന്തനുവിനോട് പ്രേമത്തിൻ്റെ ഒഴുക്ക് അണപൊട്ടുന്നുണ്ടായിരുന്നു. അവൾ ആരാണെന്ന് തിരക്കുന്ന വേളയിൽ നീ എന്നെ ഭർത്താവായി സ്വീകരിക്കണമെന്ന് ശന്തനു യാചിച്ചു. ഗംഗാദേവിക്കും അങ്ങ് എന്നെ ഭാര്യയായി സ്വീകരിക്കണമെന്ന അപേക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദേവി ഒരു നിബന്ധന വെച്ചു. ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്താൽ അങ്ങ് എതിരു പറയരുത്, പ്രവർത്തിക്കരുത്. ഈ വ്യവസ്ഥ അങ്ങ് പാലിക്കുന്നിടത്തോളം കാലം ഞാൻ അങ്ങയുടെ ഭാര്യയായി ഇരുന്നു കൊള്ളാം. എന്നെങ്കിലും ഈ വ്യവസ്ഥയ്ക്ക് ലംഘനം വന്നാൽ അന്ന് ഞാൻ അങ്ങയെ വിട്ടുപോകും. രാജാവ് ഗംഗാദേവിയുടെ നിബന്ധനകൾ അംഗീകരിച്ചു. ദേവി അതിൽ അത്യന്തം പ്രസന്നയുമായി. ഗംഗയുടെ ശീലത്തിലും സദാചാരത്തിലും രൂപത്തിലും സൗന്ദര്യത്തിലും ഔദാര്യത്തിലുമെല്ലാം മഹത്വം കണ്ട ശന്തനു അത്യന്തം ആനന്ദിച്ചു. ഗംഗയിൽ അത്യാസക്തനായ രാജാവിന് കാലത്തിൻ്റെ ശീഘ്രഗതി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതുവരെയായി ഗംഗാദേവിക്ക് 6 പുത്രന്മാരുണ്ടായി. ആ പുത്രന്മാരെയെല്ലാം ജനിച്ച മാത്രയിൽ ഗംഗാദേവി നദിയിൽ വലിച്ചെറിഞ്ഞു. ഇത് ശന്തനുവിന് ഹൃദയവേദന ഉണ്ടാക്കിയെങ്കിലും അപ്രിയം പറയാനും പ്രവർത്തിക്കാനും പാടില്ല എന്ന നിബന്ധനയുണ്ടായിരുന്നതുകൊണ്ട് എതിരൊന്നും പറഞ്ഞില്ല. 8ാമത്തെ പുത്രനുണ്ടായപ്പോൾ അവനെയും നദിയിലേക്ക് എറിയുന്നതിൻ്റെ മുന്നോടിയായി ഗംഗാദേവി ഒന്ന് ചിരിച്ചു. അത് കണ്ട മഹാരാജാവ് അത്യന്തം ദുഃഖിച്ചു. ഈ പുത്രനെയെങ്കിലും തനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് ശന്തനു ആഗ്രഹിച്ചു പോയി. അദ്ദേഹം ചോദിച്ചു, സുന്ദരി, നീ ആരാണ്? നീ ആരുടെ മകളാണ്? ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ എന്തിനാണ് നീ കൊന്ന് കളയുന്നത്? നീ പുത്രഘാതകിയെന്ന് അറിയപ്പെടുമല്ലോ. മഹാപാപി. ഈ വിധത്തിലുള്ള ശന്തനുവിൻ്റെ ആക്രോശങ്ങൾ കേട്ട ഗംഗാദേവി മറുപടി പറഞ്ഞു, ഹേ രാജൻ, ഇതാ എടുത്തുകൊള്ളുക. താങ്കളുടെ ഈ കുട്ടിയെ ഞാൻ നദിയിലേക്ക് എറിയുന്നില്ല. എന്നാൽ മുൻ നിബന്ധന അനുസരിച്ച് എനിക്ക് ഇനി ഇവിടെ തങ്ങാനും സാധിക്കുകയില്ല. നോക്കൂ, ഞാൻ ജഹ്നുവിൻ്റെ മകൾ ഗംഗയാണ്. മഹർഷി വര്യന്മാർ എന്നെ സേവിക്കുന്നുണ്ട്. ദേവതമാരുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഭവാന്റെ കൂടെ ഇത്രകാലം കഴിഞ്ഞത്. എൻ്റെ ഈ അഷ്ടപുത്രന്മാരും അഷ്ടവസുക്കളാണ്. പശുവിനെ മോഷ്ടിച്ച വേളയിൽ വസുക്കൾക്കെതിരെ വസിഷ്ഠൻ്റെ ശാപമുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി അവർ മനുഷ്യയോനിയിൽ പിറക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യലോകത്ത് അഷ്ടവസുക്കൾക്ക് അങ്ങയെപ്പോലുള്ള ഒരച്ഛനെയും എന്നെപ്പോലുള്ള ഒരു മാതാവിനെയും സ്വീകരിക്കാൻ കഴിഞ്ഞു. വസുക്കളുടെ പിതാവായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അങ്ങേക്ക് അക്ഷയലോകം ലഭിക്കും. വസുക്കളെ വിനാവിളംബം മനുഷ്യജന്മത്തിൽ നിന്നും മോചിപ്പിച്ചു കൊള്ളാമെന്ന് ഞാൻ അന്നേ വാക്കുകൊടുത്തിരുന്നു. ഇപ്പോൾ അവർ ശാപത്തിൽ നിന്നും മോചിതരായിരിക്കുന്നു. ഞാനും തിരിച്ചു പോകുന്നു. ഈ 8ാമത്തെ പുത്രൻ വസുക്കളുടെ അഷ്ടാംശമാണ്. ഈ കുട്ടിയെ അവിടുന്ന് രക്ഷിച്ചു കൊള്ളുക. കാര്യം പൂർണ്ണമായി മനസ്സിലാകാത്ത ശന്തനു തിരക്കി, ഈ വസിഷ്ഠ ഋഷി ആരായിരുന്നു? എന്തിനാണ് അദ്ദേഹം അഷ്ടവസുക്കളെ ശപിച്ചത്? ഈ 8ാമനെ മാത്രം ഈ മനുഷ്യലോകത്ത് നിർത്തിയിട്ട് പോകാൻ എന്താണ് കാരണം?
ഈ വസുക്കൾ തന്നെ മനുഷ്യയോനിയിൽ പിറക്കാൻ എന്താണ് കാരണം? ശന്തനുവിൻ്റെ ഈ വിധത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഗംഗാദേവി ഇപ്രകാരം പറഞ്ഞു. വസിഷ്ഠ മഹർഷി വിശ്വവിഖ്യാതനായ വരുണൻ്റെ പുത്രനാണ്. മേരുപർവ്വതത്തിൻ്റെ സമീപമാണ് സുന്ദരവും പവിത്രവും ആനന്ദദായകവുമായ വസിഷ്ഠൻ്റെ ആശ്രമം. അദ്ദേഹം അവിടെ തപസ്സനുഷ്ഠിക്കുന്നു. ആ യാജ്ഞിക കർമ്മങ്ങൾക്ക് ഹവിസ് കൊടുക്കാൻ വേണ്ടി കാമധേനുവിൻ്റെ മകളായ നന്ദിനി പശു ആശ്രമത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. ഒരിക്കൽ പൃഥ തുടങ്ങിയ അഷ്ടവസുക്കൾ തങ്ങളുടെ ഭാര്യമാരോടൊപ്പം ഉല്ലാസയാത്ര ചെയ്ത് ആ വനത്തിൽ വന്നു ചേർന്നു. ആവശ്യപ്പെടുന്ന മാത്രയിൽ സമസ്ത അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്ന നന്ദിനിയുടെ മേൽ ഒരു വസുപത്നിയുടെ കണ്ണ് ചെന്നുപെട്ടു. ആ വസുപത്നി തൻ്റെ ഭർത്താവായ ദ്രൗ എന്ന വസുവിനെ നന്ദിനിയെ കാണിച്ചു കൊടുത്തു. വസു പറഞ്ഞു, പ്രിയേ, സർവലക്ഷണയുക്തയായ ഈ നന്ദിനി വസിഷ്ഠമുനിയുടെ മകളാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇവളുടെ പാൽ കുടിച്ചാൽ അയാൾ 10,000 കൊല്ലം യുവാവായിരിക്കും. വസുപത്നി ഉടനെ തൻ്റെ ഭർത്താവിനെ അറിയിച്ചു, എൻ്റെ ഒരു സഖിക്ക് വേണ്ടി എനിക്ക് ഈ പശുവിനെ വേണം. അങ്ങ് ഈ പശുവിനെ പിടിച്ചു കൊണ്ടുവരൂ, നമുക്ക് കൊണ്ടുപോകാം. ഇതു കേട്ട ഉടനെ അന്യ സഹോദരന്മാരുടെ സഹായത്തോടുകൂടി ദ്യൗ പശുവിനെ പിടിച്ചു കൊണ്ടുപോയി. തങ്ങളെ മനുഷ്യയോനിയിൽ പിറക്കാൻ ശപിച്ചുവിടുന്ന ഒരാപത്ത് ഇതിൻ്റെ പിന്നിലുണ്ടെന്ന കാര്യം പാവം വസുക്കൾ ചിന്തിച്ചതേയില്ല. ഫലമൂലാദികൾ ശേഖരിച്ചുകൊണ്ട് ആശ്രമത്തിലെത്തിയ വസിഷ്ഠൻ തൻ്റെ പശു മോഷ്ടിക്കപ്പെട്ടത് മനസ്സിലാക്കി. കള്ളന്മാരെ അദ്ദേഹം തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് തിരിച്ചറിഞ്ഞു. തുടർന്ന് അദ്ദേഹം അവരെ ശപിച്ചു. വസുക്കൾ എൻ്റെ പശുവിനെ മോഷ്ടിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവർ മനുഷ്യയോനിയിൽ പിറക്കാൻ ഇടവരും. ഋഷിയുടെ ശാപം തങ്ങളിൽ പതിച്ചിരിക്കുന്നുവെന്ന കാര്യം മനസ്സിലാക്കിയ വസുക്കൾ ആശ്രമത്തിൽ ചെന്ന് നന്ദിനിയെ തിരിച്ചേൽപ്പിച്ചു. എന്നിട്ട് മാപ്പ് പറഞ്ഞു. ശാപമോചനമെന്നോണം വസിഷ്ഠൻ പറഞ്ഞു, ജനിച്ച് 1 വർഷത്തിനകം നിങ്ങൾ മനുഷ്യയോനിയിൽ നിന്നും രക്ഷപ്പെടാനും ഇടയാകട്ടെ. എന്നാൽ നന്ദിനിയുടെ മോഷണത്തിലെ പ്രധാന പങ്കാളിയായ ദ്യൗ വളരെ കാലം മൃത്യുലോകത്ത് ജീവിക്കും. എന്നിൽ നിന്നും ഉതിർന്നു വീണ ശാപവചനങ്ങൾ ഒരിക്കലും നിഷ്ഫലമാകാൻ അനുവദിക്കുകയില്ല. ഈ വസുവിൻ്റെ മർത്യജന്മത്തിൽ അയാൾക്ക് കുട്ടികളുണ്ടാവുകയില്ല. ഇയാൾ ഒരു സ്ത്രീ വിരക്തനായിരിക്കും. വസിഷ്ഠൻ്റെ ശാപവചനമേറ്റ അഷ്ടവസുക്കൾ ഓടി ഗംഗയായ എൻ്റെ അടുക്കലേക്കാണ് വന്നത്. അവരുടെ മനുഷ്യജന്മത്തിൽ ഞാൻ തന്നെ അവരുടെ അമ്മയായി തീരണമെന്ന് അവർ എന്നോട് അഭ്യർത്ഥിച്ചു. ജനിച്ച 1 വർഷത്തിനകം തന്നെ ഞങ്ങളെ നദിയിൽ ത്യജിക്കണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു. ഇതെല്ലാം ഞാൻ സ്വീകരിക്കുകയും അതിനെ പ്രാവർത്തികമാക്കുകയുമായിരുന്നു ഇവിടെ ചെയ്തത്. ഇവിടെ ഈ 8ാമൻ ദ്യൗവിൻ്റെ പുനർജന്മമാണ്. അവൻ ചിരകാലം മർത്യലോകത്ത് വർത്തിക്കും. ഇത്രയും പറഞ്ഞ ഗംഗാദേവി ആ കുമാരനോടൊപ്പം അപ്രത്യക്ഷയായി. ഒരു ദിവസം ശന്തനു ഗംഗാനദിയുടെ തീരത്ത് ഉലാത്തുകയായിരുന്നു. ഗംഗയിൽ അല്പമാത്രം ജലമുള്ളത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ദേവനദിയായ ഗംഗ ഒഴുകാതിരിക്കുന്നത് കണ്ട് അദ്ദേഹത്തിന് വിസ്മയം തോന്നി. നദി ഒഴുകാത്തതിലുള്ള കാരണമന്വേഷിച്ച് അദ്ദേഹം നദിക്കരയിലൂടെ മുമ്പോട്ട് നടന്നു. കുറച്ചു നടന്നപ്പോൾ സുന്ദരനും വിശാലകായനും ആജാനബാഹുവുമായ ഒരു കുമാരൻ ദിവ്യങ്ങളായ അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്ന അഭ്യാസമുറ കണ്ടു. ആ കുമാരൻ തൻ്റെ ബാണങ്ങൾ കൊണ്ട് ഗംഗയുടെ പ്രവാഹം
തടഞ്ഞിരിക്കുകയായിരുന്നു. ആ അത്ഭുത കാഴ്ച കണ്ട് ശന്തനു പകച്ചുപോയി. ഗംഗയിലുള്ള തൻ്റെ പുത്രനെ ജനിച്ച വേളയിലല്ലേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ശന്തനു ആ കുമാരനെ തിരിച്ചറിഞ്ഞില്ല. ആ കുമാരനാകട്ടെ രാജർഷിയായ ശന്തനുവിനെ മായയാൽ മോഹിതനാക്കിയിട്ട് അവിടെ നിന്ന് ഒളിച്ചു കളയുകയും ചെയ്തു. ഈ അവസരത്തിൽ രാജർഷിയായ ശന്തനു ആ കുമാരനെ കാണിച്ചു തരാൻ ഗംഗാദേവിയോട് അഭ്യർത്ഥിച്ചു. ഉടനെ തന്നെ ഗംഗാദേവി അതിസുന്ദരിയായ തരുണീ രൂപം പൂണ്ട് പുത്രനെയും കൈക്കു പിടിച്ചുകൊണ്ട് ശന്തനുവിൻ്റെ മുമ്പിലെത്തി. കുമാരൻ്റെ അനുപമ സൗന്ദര്യവും ദിവ്യങ്ങളായ ആഭൂഷണങ്ങളും നിർമ്മലമായ പട്ടുടയാടയും കണ്ട് രാജാവിന് ആളെ മനസ്സിലായില്ല. ഗംഗാദേവി കുമാരനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, മഹാരാജാവേ, ഇവൻ അങ്ങേക്ക് എന്നിൽ ജനിച്ച 8ാമത്തെ പുത്രനാണ്. അങ്ങ് ഇവനെ സ്വീകരിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക. ഇവൻ വസിഷ്ഠ മഹർഷിയിൽ നിന്നും സാങ്കോപാംഗവേദം പഠിച്ചിരിക്കുന്നു. അസ്ത്രാഭ്യാസം പൂർത്തീകരിച്ചിട്ടുണ്ട്. ധനുർധരനായ ഈ കുമാരൻ യുദ്ധത്തിൽ ദേവരാജാവായ ഇന്ദ്രന് തുല്യനാണ്. ദേവന്മാർ പോലും ഇവൻ്റെ മുമ്പിൽ തലകുനിക്കുന്നു. ദൈത്യഗുരുവായ ശുക്രാചാര്യനും ദേവഗുരുവായ ബൃഹസ്പതിയും ഉൾക്കൊണ്ടിട്ടുള്ള സകല അറിവും ഇവനിലുണ്ട്. ഭഗവാൻ പരശുരാമന് അറിയാവുന്ന അസ്ത്രവിദ്യകളെല്ലാം ഇവനും അറിയാം. ഇവനെ ഇതാ ഞാൻ അങ്ങേക്ക് തരുന്നു. രാജർഷി ശാന്തനു പുത്രനെ രാജധാനിയിലേക്ക് കൊണ്ടുപോയി. വൈകാതെ തന്നെ അയാളെ യുവരാജാവായി അഭിഷേകം ചെയ്തു. തൻ്റെ സൗശീലം കൊണ്ടും സദാചാരം കൊണ്ടും ഗംഗാനന്ദനായ ദേവവ്രതൻ സമസ്ത ദേശവാസികളെയും പ്രസന്നരാക്കി. ഹരേ കൃഷ്ണ. മഹാഭിഷൻ്റെ പുനർജന്മമാണ് ശന്തനു. സ്വർഗം നേടിയിരുന്ന മഹാഭിഷൻ ബ്രഹ്മാവിൻ്റെ ശാപത്താലാണ് ശന്തനുവായി പിറന്നത്. ബ്രഹ്മദേവൻ്റെ ചുറ്റും മഹാഭിഷനും മറ്റു ദേവതമാരും ഋഷിവര്യന്മാരും നിൽക്കുന്ന വേളയിലാണ് ഗംഗാദേവി അവിടെ വന്നു ചേർന്നതും വായു ഭഗവാൻ വീശിയടിച്ച് ഗംഗാദേവിയുടെ ഉടുവസ്ത്രത്തെ 10 ദിക്കിലേക്കും ചലിപ്പിച്ചതും. ഈ സമയത്ത് ഗംഗയുടെ നഗ്നത എന്തായാലും വെളിവാകും. അതുകണ്ട ദേവതമാരും മറ്റും തലകുനിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ മഹാഭിഷൻ വിവസ്ത്രയായ ഗംഗയെ നോക്കി നിന്നതാണ് മഹാഭിഷനുള്ള ശാപത്തിന് കാരണം. ബ്രഹ്മദേവൻ്റെ സാന്നിധ്യത്തിൽ ഗംഗയുടെ നഗ്നതയിലേക്ക് നോക്കിയതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. ഈ സംഭവം ബ്രഹ്മദേവനോടുള്ള ഒരു അവഹേളനമായി മാറി. ബ്രഹ്മദേവൻ മഹാഭിഷനെ നോക്കിപ്പറഞ്ഞു, എടാ മഹാഭിഷ, താൻ മർത്യലോകത്തേക്ക് പൊയ്ക്കൊള്ളുക. ഗംഗയും മർത്യലോകത്ത് പോകട്ടെ. ഗംഗ മഹാഭിഷൻ്റെ ഭാര്യയാകട്ടെ. എന്നാൽ പരസ്പരം കലഹിക്കുമ്പോൾ ഗംഗ വിട്ടുപിരിയും. ഇതാണ് ബ്രഹ്മദേവൻ ശപിച്ചത്. മഹാഭിഷന് ലോകവാസം ശാപമായി വിധിച്ചതാണെങ്കിലും അയാൾ ഭൂമിയിൽ ജനിച്ചത് രാജാവായ പ്രദീപൻ്റെ മകനായ ശന്തനുവായിട്ടായിരുന്നു. ദിവ്യകന്യകയായ ഗംഗ ശന്തനുവിൻ്റെ ഭാര്യയുമായി. ഗോമോഷ്ടാക്കളായ വസുക്കൾക്ക് വിധിച്ച ഭൂമിവാസവേളയിൽ അവരുടെ അമ്മയാകാമെന്ന് ഗംഗയും സമ്മതിക്കുന്നു. പാടുപെട്ട് സ്വർഗത്തിലെത്തിയ മഹാഭിഷനെ ശപിച്ച് ഭൂമിയിൽ ശന്തനുവായി വാഴുവാൻ നിയോഗിച്ചത് എന്തിനായിരുന്നു? ഗംഗയുടെ നഗ്നതയിൽ മഹാഭിഷൻ നോക്കിപ്പോയത് വേണമെങ്കിൽ ഒരു തെറ്റാണെന്ന് പറയാം. എന്നാൽ അതിനേക്കാളും വലിയ തെറ്റല്ലേ വായു ഭഗവാൻ ചെയ്തത്? മാന്യന്മാരുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു സ്വാത്വികയായ സ്ത്രീയുടെ നഗ്നത വെളിവാക്കും വിധം ഉടയാട അടിച്ച്
പറത്തിയത് തെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ ബ്രഹ്മദേവൻ ആദ്യം ശപിക്കേണ്ടത് വായു ഭഗവാനെ അല്ലേ? എങ്കിലും ഭുവനത്രയത്തിലും വായുദേവൻ്റെ സാന്നിധ്യം അനിവാര്യമാണ്. വായുദേവനെ ഒരു സ്ഥലത്തു നിന്നും ഒഴിവാക്കിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ബ്രഹ്മാവിനും അറിയാം. വായുഹീനമായ സ്ഥലത്തു പിന്നെ ആരും ഉണ്ടാവുകയില്ല. ശാപമായാലും വരമായാലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോന്നും ചെയ്യാൻ. അതുകൊണ്ടായിരിക്കാം ബ്രഹ്മദേവൻ വായുദേവനെ ശപിക്കാതിരുന്നത്. ഇതെല്ലാം പഠിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടാണ്. വീശിയടിക്കുക എന്നത് വായുവിൻ്റെ ധർമ്മമാണ്. വസ്ത്രത്തെ ഗംഗാദേവി തൻ്റെ ശരീരത്തോട് ചേർത്തു പിടിച്ച് നഗ്നത വെളിവാക്കുന്നത് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ ഗംഗാദേവി അത് ചെയ്തില്ല. അതിനാൽ ഗംഗാദേവിക്കുള്ള ശിക്ഷ യോഗ്യം തന്നെ. ഇവിടെ മറ്റൊരു സംശയം. ദേവന്മാർ ലജ്ജിച്ച് തലകുനിച്ചത് എന്തിനാണ്? അവരും ഗംഗയുടെ നഗ്നത കണ്ടു. അങ്ങനെയെങ്കിൽ അവരെ എന്തുകൊണ്ട് ബ്രഹ്മദേവൻ ശപിച്ചില്ല? അവർ കണ്ട നഗ്നത ഒരു യാദൃച്ഛികം മാത്രം. അപ്രകാരം സംഭവിച്ചതോ ബ്രഹ്മദേവന്റെ സാന്നിധ്യത്തിൽ. ഒരു സംഭവത്തിൻ്റെ നേരും നെറിയുമെല്ലാം വിലയിരുത്തേണ്ടത് സാഹചര്യമനുസരിച്ചു വേണം. ഒരു കാര്യം ലജ്ജാവഹമാകുന്നതും ആസ്വാദ്യമാകുന്നതും സന്ദർഭത്തിനനുസരിച്ചാണ്. ഗംഗയുടെ നഗ്നതയിൽ മഹാഭിഷൻ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നത് ബ്രഹ്മദേവനോടുള്ള അവഹേളനമാണ്. അതാണ് ശാപത്തിനും കാരണം. ദേവന്മാർ തലകുനിച്ചത് ഒരർത്ഥത്തിൽ ബ്രഹ്മദേവന്റെ സാന്നിധ്യം മാനിച്ചുകൊണ്ട് തന്നെയാണ്. മുന്നിൽ പെടുന്നേ വന്നുപെട്ടുപോകുന്ന ഒരു ദൃശ്യത്തിൽ കണ്ണുപെട്ടുപോകുന്നത് സ്വാഭാവികം തന്നെ. അതിൽ തെറ്റില്ല. കണ്ണിമ പോലും വെട്ടാതെ അതിൽ നോക്കി നിന്ന് ആനന്ദിക്കുന്നത് തെറ്റുതന്നെ. ബ്രഹ്മാവ് നാൻമുഖനാകിയാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തല തിരിച്ചാലും ഒരു പ്രയോജനവുമില്ല. 4 വശത്തുള്ളവ എപ്പോഴും ദൃഷ്ടിയിൽ പതിയും. ആ നിലയിൽ ഗംഗയുടെ നഗ്നത ബ്രഹ്മദേവനും വീക്ഷിച്ചു എന്നത് സത്യം. ഇവിടെ 3 കൂട്ടരാണ് ഗംഗയുടെ നഗ്നത കണ്ടത്: ബ്രഹ്മാവ്, ദേവന്മാർ, മഹാഭിഷൻ. ബ്രഹ്മൻ ഗംഗയുടെ നഗ്നതയിൽ നോക്കേണ്ടി വന്നതിൽ ദുഃഖിച്ചു. അദ്ദേഹം ഇത് കഷ്ടമായി പോയല്ലോ എന്ന് പരിതപിച്ചു. ദേവന്മാർ നാണിച്ച് മുഖം തിരിച്ചു. മഹാഭിഷൻ കണ്ണിമ പോലും വെട്ടാതെ നഗ്നത നോക്കിക്കൊണ്ട് ആനന്ദിച്ചു. ബ്രഹ്മദേവന് എല്ലാം മനസ്സിലായി. അതുകൊണ്ടാണ് ബ്രഹ്മദേവൻ ശപിച്ചത്. ഇത്തരം സംഭവത്തിൽ ബ്രഹ്മദേവനെ സംബന്ധിച്ചിടത്തോളം കഷ്ടമായി പോയല്ലോ എന്ന തോന്നലാണ് ഉണ്ടാകുന്നത്. അതിനാൽ ബ്രഹ്മദേവനിൽ നഗ്നത കണ്ട ആരോപണമില്ല. സംഭവം മുതലെടുത്തതാണ് തെറ്റ്. അതുകൊണ്ട് മാത്രമാണ് മഹാഭിഷന് ശാപം കിട്ടിയത്. ബ്രഹ്മചാരിയായി സ്ഥാനമാനങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത ഭീഷ്മന്റെ ജനനത്തിന് വ്യാസൻ ഇവിടെ കളമൊരുക്കുകയാണ്. എല്ലാം ശ്രീഹരിവിഷ്ണുവിൻ്റെ നിശ്ചയം. ഏതൊന്നാണോ സംഭവിക്കുന്നത് അത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് എപ്പോഴും ഇവിടെ വ്യാസഭഗവാൻ ഓർമ്മിപ്പിക്കുന്നു. മലയാളത്തിൽ സ്ഥിരമായി പറയുന്ന ഒരു പഴമൊഴിയുണ്ട്: ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിന് വളമാകും. ഇവിടെ ഭീഷ്മരുടെ ജനനം അത്യന്താപേക്ഷിതമാണ്. ശ്രീഹരിവിഷ്ണു ശ്രീകൃഷ്ണനായി ഭൂമിയിൽ അവതാരമെടുക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ചില ജന്മങ്ങൾ ഭൂമിയിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഭീഷ്മര് വിവാഹിതനാകുന്നില്ല. എന്തുകൊണ്ടാണ് ഭീഷ്മര് വിവാഹിതനാകാത്തത്? അദ്ദേഹം എങ്ങനെ സ്ത്രീ വിരോധിയായി? എന്തൊക്കെ ശാപങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്?
എങ്ങനെയാണ് കുരുവംശം ഉണ്ടായത്? ഈ കാര്യങ്ങളെല്ലാം തുടർന്ന് വ്യാസഭഗവാൻ വിശദമായി തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് മഹാഭാരതത്തിൻ്റെ ഈ ആദ്യ ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെട്ടുവെന്ന് കമൻ്റ് ഇടണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അതുപോലെ ഇന്നലത്തെ വീഡിയോ രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലെ ഒരു ഭാഗം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതും എല്ലാവരും കേൾക്കുക. നിരന്തരം നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഓരോ കഥകളും നമുക്ക് തരുന്നത് ഓരോ അറിവുകളാണ്. കഥകളായി കേൾക്കുകയും അതിനുള്ളിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യണം. ഈ കഥ കേട്ടതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായതെന്നും കൂടി കമൻ്റ് ഇടൂ. അതുകൊണ്ടാണ് വിശദീകരിച്ച് പറഞ്ഞത്. എങ്ങനെയാണ് ചില കാര്യങ്ങൾ തെറ്റായതും ചില കാര്യങ്ങൾ തെറ്റല്ലാതായി മാറിയതുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഈ കഥ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അതല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്യണം. നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഈ പുണ്യമായ ഭാരതത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഈ കഥകൾ. ഈ കഥകളൊക്കെ കേട്ട് മനസ്സിലാക്കി ഇതിലെ അന്തസത്ത എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മളെല്ലാവരും നാമം ജപിച്ച് പ്രാർത്ഥിച്ച്, കലിയുഗമാണ്, അഖണ്ഡ നാമജപമാണ് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. മുമ്പുള്ള കാലങ്ങൾ, അതായത് ദ്വാപരയുഗവും ത്രേതായുഗവും ഒക്കെ പോലെയുള്ള മുമ്പുള്ള കാലങ്ങളെല്ലാം യജ്ഞങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്നെങ്കിൽ കലിയുഗത്തിൽ യജ്ഞങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നാമജപത്തിനാണ് എന്ന് മനസ്സിലാക്കി നിരന്തരം നാമം ചൊല്ലിക്കൊണ്ടേയിരിക്കുക, ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ കുറച്ച് സ്നേഹിച്ചാൽ മതി, ഈശ്വരൻ കൂടുതലായി നമുക്ക് തീർച്ചയായും ആ സ്നേഹം തരും. എല്ലാവർക്കും ഈ കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.